ഞാൻ ഇന്നൊരു കഥ ചൊല്ലട്ടുമാ. കഥയല്ല കേട്ടോ, യഥാർത്ഥ സംഭവം. സാധാരണയായി ഈ ഹയർ പോസ്റ്റുകളിൽ ഇരിക്കുന്ന MD-മാർ, CEO-മാർ, ഡയറക്ടർമാർ, അതുപോലെ IAS-കാരായിട്ടുള്ള വളരെ ഉയർന്ന പോസ്റ്റുകളിൽ ഇരിക്കുന്ന ആളുകൾ, അവരുടെ സ്റ്റാഫുകൾ, അവരുടെ സ്ഥാപനത്തിലെ സ്റ്റാഫ് നല്ല ജോലി ചെയ്താൽ, പെർഫോമൻസ് നടത്തിയാൽ അഭിനന്ദിക്കും. വാക്കുകൊണ്ട് അഭിനന്ദിക്കും, നോട്ടം കൊണ്ട് അഭിനന്ദിക്കും. ചിലപ്പോൾ അവർക്ക് പിന്നെ പ്രൊമോഷൻ കൊടുക്കാൻ എഴുതും, ഇൻക്രിമെന്റ് കൊടുക്കാൻ എഴുതും, ചിലപ്പോൾ ഷേക്കാൻഡ് കൊടുക്കും. അപ്പോൾ അത്രയൊക്കെ കൊടുക്കും. ഇവിടെ ഉമ്മ കൊടുക്കുന്ന ഒരു നല്ല MD-യെ നമ്മൾ കേരളത്തിൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതൊരു വലിയ മാതൃകയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി നവകേരളത്തിൽ ഒരു പുതിയ മാതൃക വന്നിരിക്കുകയാണ്. ഇദ്ദേഹം ഉമ്മ കൊടുക്കും. അദ്ദേഹത്തിന്റെ അത് പ്രത്യേകിച്ച് സ്ത്രീകളാണ് നല്ല പെർഫോമൻസ് ഒക്കെ കാണിച്ചാൽ അദ്ദേഹം ഉമ്മ കൊടുക്കും. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ രാജീവ് മന്ത്രിയുടെ, വ്യവസായ വകുപ്പിന് കീഴിലുള്ള രാജീവ് മന്ത്രിയുടെ വകുപ്പിലുള്ള കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. അവിടെ ഒരു MD ഉണ്ട് ഇപ്പോൾ. അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയാൻ കാരണം അദ്ദേഹം ഇപ്പൊ പ്രതിയായി നിൽക്കുന്നുണ്ട്, പേര് പറയാം. പക്ഷെ അല്ലെങ്കിൽ അതിജീവിതയുടെ പേര് ഞാൻ പറയുന്നില്ല, അത് ശരിയല്ലല്ലോ. അപ്പോൾ ഡോക്ടർ B. ശ്രീകുമാർ, അദ്ദേഹം ഡോക്ടറേറ്റ് ഉള്ള ആളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. MBBS ഡോക്ടർ ആണെന്ന് അറിയില്ല, എന്തായാലും ഡോക്ടറേറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹം കേരള ഫീഡ്സിലോ മറ്റോ നിരവധി വർഷക്കാലം ജോലി ചെയ്തിരുന്നു. അപ്പൊ കേരള ഫീഡ്സിലൊക്കെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പാർട്ടികളുമായും എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ടൊക്കെ നല്ല കൊട്ടേഷനും പരിപാടികളും പിന്നെ ഒരുപാട് അവിഹിതമായ ബന്ധങ്ങളും ഒക്കെ വരും. അപ്പൊ അങ്ങനെ ഒരു 8-9 വർഷമൊക്കെ ഒരാളിന് ഇരിക്കാൻ പറ്റിയാൽ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ഇവിടുത്തെ എല്ലാ അഴുക്കുകളുമായിട്ടും ബന്ധം വരികയും അദ്ദേഹം എല്ലാ പാർട്ടിയിലെയും പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ കയ്യിലാക്കി വെക്കുകയും ചെയ്യും. അതിനകത്തൊന്നും കാര്യമില്ല, അത് എല്ലാവരെയും കയ്യിലാക്കും. അത് ട്രേഡ് യൂണിയൻ നേതാക്കളാകട്ടെ, അല്ലെങ്കിൽ നല്ല നേതാക്കളല്ല ഞാൻ ഈ പറയുന്നത് കേട്ടോ. അതിലുള്ള കുഴപ്പം പിടിച്ച അല്ലെങ്കിൽ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ താല്പര്യമുള്ള ആളുകളെ കണ്ടെത്തി അവരുമായി ഒരു ബന്ധം വയ്ക്കും. അങ്ങനെയുള്ളവരെ മാറ്റാനും പാടാണ്. അതൊരു വലിയ പ്രയാസമാണ്. തിരുവനന്തപുരത്ത് ഈ കോർപ്പറേഷൻ സ്ഥാപനങ്ങളിലൊക്കെ ഇത്തരം പ്രശ്നങ്ങളുണ്ട്. ഇതൊരു PSU ആണ്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ്. ഇവിടെ കഴിഞ്ഞൊരു ജൂലൈയിൽ ഒരു സംഭവം ഉണ്ടായി. അവിടെ ഞാൻ പേരുകൾ ആരുടെയും പറയുന്നില്ല. അവിടെ ഒരു വനിതാ കുറെ വനിതകൾ ജോലി ചെയ്യുന്നു. അതിലൊരു വനിതയോട് ഈ നമ്മുടെ MD ശ്രീകുമാർ സാറിന് ഒരു പൂതി. അപ്പോൾ വനിതകളോട് താല്പര്യം വരുന്നത് തെറ്റൊന്നുമല്ല. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്യണം? മാന്യമായി മര്യാദയായി വനിതകളോട് താല്പര്യമുണ്ടെങ്കിൽ അവരോട് സൂചിപ്പിക്കുകയും അവരെന്തെങ്കിലും പോസിറ്റീവായി വന്നാൽ മാത്രം അത് പ്രൊസീഡ് ചെയ്യുകയും ചെയ്യണം. അല്ലാതെ ഇത് അവരെ കാണുമ്പോൾ അവരെ കണ്ണെഴുതിയോ പൊട്ടെഴുതിയോ ഇങ്ങനെ തുടങ്ങി ഒരു ദിവസം അവരെ കയ്യിൽ കയറി പിടിച്ചു. വലിയ വിഷയമായി. അവർ നേരെ ചെന്ന് മന്ത്രി ഓഫീസിൽ പരാതി പറഞ്ഞു. അപ്പോൾ മന്ത്രി ഓഫീസിൽ നിന്ന് പറഞ്ഞു, ഒരു MD അല്ലേ, അദ്ദേഹം ഡോക്ടറേറ്റ് ഒക്കെ ഒരു MD അല്ലേ, നമ്മളത് വാർത്തയാക്കണ്ട, അദ്ദേഹത്തിനോട് പറഞ്ഞ് വിലക്കാം. അങ്ങനെ മന്ത്രി ഓഫീസിൽ അദ്ദേഹത്തിനോട് പറഞ്ഞ് കാണും. കാരണം പിന്നെ ചെല്ലുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് മന്ത്രിയോട് പറഞ്ഞില്ലേ പരാതി, അല്ലെ മന്ത്രി ഓഫീസിൽ പോയി പറഞ്ഞില്ലേ പരാതി എന്നൊക്കെ ആയി. ഇതിനകത്തൊരു തമാശ എന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് പ്രതിയായി ഈ അതിജീവിതയായി നിൽക്കുന്ന വനിത വളരെ പ്രധാനപ്പെട്ട ഒരു CPM നേതാവിന്റെ മകളാണ്. അവർ നേരത്തെ ഉള്ള ഒരു മന്ത്രിയുടെ, ഇപ്പൊ അദ്ദേഹം മന്ത്രിയല്ല, മുൻ മന്ത്രിയുടെ APS ആയിരുന്ന ഒരാളിന്റെ മകളാണ്. അതാണ് അതിന്റെ ഒരു വൈരുദ്ധ്യം. CPM-ന്റെ മന്ത്രി, വളരെ തലതൊട്ടപ്പനായ CPM-ന്റെ വലിയൊരു നേതാവ് മന്ത്രി കഴിഞ്ഞ മന്ത്രിസഭയിൽ മുമ്പ് മന്ത്രിയായിരുന്നപ്പോൾ, അതും വ്യവസായ മന്ത്രി തന്നെ ആയിരുന്നപ്പോൾ, അദ്ദേഹത്തിന്റെ വകുപ്പിൽ APS ആയിരുന്ന ഒരാളുടെ മകളാണിത്. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, ഒരാളുടെ മകളാണിത്. അപ്പൊ ചെറിയ ആളല്ല ഈ വനിത. അപ്പൊ അവര് 38-40 വയസ്സിനകത്തൊക്കെ ഉള്ളൂ. MD-ക്ക് ഒരു 56-57 വയസ്സ്, വലിയ വ്യത്യാസമില്ല, 56 വയസ്സേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ പോയി പിന്നെ ഇവർക്ക് ഓവർലോഡ് കൊടുക്കുക, വർക്ക് കൊടുക്കുക, അങ്ങനെ വലിയ പ്രതിസന്ധിയാക്കി ഇവരെ ഒന്ന് ട്രാപ്പ് ചെയ്യുന്നതിനുള്ള ശ്രമങ്ങളായി. അങ്ങനെയാണല്ലോ നമ്മൾ ആദ്യം സ്നേഹിച്ചു നോക്കും, പിന്നെ തൊട്ടു നോക്കും, പിന്നെ ട്രാപ്പ് ചെയ്യും. അങ്ങനെ എങ്ങനെയും തള്ളിയിടും. അതാണ് ഒരു വനിതാ ശാക്തീകരണത്തിന്റെ ഒരു കാലഘട്ടം. നമ്മൾ വനിതാ മതിൽ പിടിച്ചവരാണ്. നമ്മൾ അതുപോലെ തന്നെ വനിതകൾക്ക് വലിയ മുൻതൂക്കം കൊടുക്കുന്നവരാണ്. ഇവിടെ വലിയ വനിതകളെ ശബരിമല കയറ്റാൻ ശ്രമിച്ചവരാണ് നമ്മൾ. വനിതാ ശാക്തീകരണത്തിന്റെ മറ്റൊരു ഘട്ടമാണ് ഈ ഓഫീസുകളിൽ നടക്കുന്ന ഒരു വനിതാ ശാക്തീകരണം. ഇങ്ങനെയാണ് ആദ്യം കണ്ണടിച്ചു നോക്കും, സ്നേഹിച്ചു നോക്കും, പിന്നെ ഈ പറഞ്ഞ പല തരത്തിലുള്ള അവരെ ഒന്ന് സഹായിച്ചു നോക്കും. മറ്റ് സ്റ്റാഫുകളിൽ നിന്ന് അവർക്കൊരു പ്രൊമോഷൻ കൊടുത്തു, വാക്കുകൊണ്ട്, അല്ലാതെ പ്രൊമോഷൻ കൊടുക്കാൻ പറ്റത്തില്ല. സിസ്റ്റത്തിനകത്ത് പ്രൊമോഷൻ കൊടുക്കുന്നതിന് ഒരു രീതി ഉണ്ടല്ലോ. പറ്റുമെങ്കിൽ ഒരു പ്രൊമോഷൻ കൊടുക്കും, ഇൻക്രിമെന്റ് കൊടുക്കും, ചായ കൊടുക്കും, അങ്ങനെ സ്നേഹം പ്രകടിപ്പിച്ച് ഗുഡ് ബുക്കിൽ കയറും. പക്ഷെ ഇതൊന്നും അല്ല നടന്നത്. ഈ പെൺകുട്ടിയോട്, വനിതയോട് ഇങ്ങനെ മോശമായിട്ടൊക്കെ പെരുമാറി. ഇപ്പൊ വനിത ഇത് മോണിറ്റർ ചെയ്യുകയും ഭർത്താവിനോട് പറയുകയൊക്കെ ചെയ്തു. അടുത്ത ദിവസമാണ് ഒരു ദിവസം അണ്ടിപ്പരിപ്പും ചായയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് ഈ MD അണ്ടിപ്പരിപ്പ് എടുത്ത് കൊടുക്കുന്നു. അവർ വേണ്ടെന്ന് പറയുന്നു, പിന്നെ അങ്ങോട്ട് കൊടുക്കുന്നു, ഇങ്ങോട്ട് കൊടുക്കുന്നു. അവസാനം വല്ലതും അവരെ നിർബന്ധിച്ചു 1-2 അണ്ടിപ്പരിപ്പ് അവരെ കൈ കിട്ടി.
അവർ അണ്ടിപ്പരിപ്പെടുത്ത് കഴിക്കുന്നതിനിടയിൽ ഇദ്ദേഹത്തിന് വേറെ ചില കുസൃതികൾ തോന്നി. ഇദ്ദേഹത്തിന് ഉമ്മ വയ്ക്കണമെന്ന് തോന്നി. ഉമ്മ വച്ചോ ഇല്ലെന്ന് നമുക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഇതൊന്നും ഞാൻ അവിടെ ഇല്ലായിരുന്നു, സംഭവ സ്ഥലത്തില്ല, ക്യാമറ ഇല്ല. എന്തായാലും വനിത വലിയ പരാതിയിലാണ്, ഈ അതിജീവിത വലിയ പരാതിയിലാണ്. അവർ അപ്പം തന്നെ ഞെട്ടിപ്പോയി. ഇനി ഉമ്മ വച്ചോ ഇല്ലെന്ന് എനിക്കറിയില്ല കേട്ടോ, അറിഞ്ഞൂടാത്തൊരു കാര്യം ഞാൻ കയറി നമ്മൾ പറയാൻ പാടില്ല. പക്ഷേ കയ്യിൽ പിടിച്ച കാര്യവും എനിക്കറിയില്ല. ഇതൊക്കെ തെളിയിക്കപ്പെടട്ടെ. അയാൾ നിരപരാധിയാണെങ്കിൽ ഇതൊക്കെ തെളിയിക്കപ്പെടട്ടെ. ഞാൻ അതിജീവിതയുടെ പേരും പറയുന്നില്ല. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ വേറെ ചില കാര്യങ്ങളുണ്ട്. ഈ അതിജീവിത എന്ന് പറയുന്ന വനിത ഉടനെ ഭർത്താവിനെ വിളിച്ചു വരുത്തി. ഭർത്താവ് വന്നു, ടെൻഷനെ, സ്വന്തം ഭാര്യയല്ലേ വിളിക്കുന്നത്, വേറെ ഒരുത്തൻ കയറി കയ്യിൽ പിടിച്ചെന്നോ അങ്ങോട്ട് നിന്നോ ഇങ്ങോട്ട് വിളിച്ചെന്നോ ഒക്കെ പറയുമ്പോൾ ഭർത്താവിനൊരു ടെൻഷൻ വരില്ലേ, ഇതാരടാന്ന് പറഞ്ഞു, ഞാനിവിടെ ഉണ്ടല്ലോ, ഇതെല്ലാം ചെയ്യാൻ ഞാനിവിടെ നിൽക്കുമ്പോൾ ഇവനാരടാ എന്നുള്ളൊരു തോന്നൽ വരില്ല. എന്തായാലും അവിടെ വന്നു, സംഘർഷമായി, പ്രശ്നമായി. അവർ കൊണ്ട് പരാതി കൊടുത്തു, വനിതാ കമ്മീഷന് പരാതി കൊടുത്തു, അവർ പോലീസിൽ കൊണ്ട് പരാതി കൊടുത്തു. അപ്പൊ ഈ ചേട്ടൻ നേരെ ഹൈക്കോടതി പോയി. ഹൈക്കോടതി ചെന്നപ്പോൾ ഇപ്പൊ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ജാമ്യം കൊടുക്കരുത്, അങ്ങനെ എല്ലാം സെഷൻസ് കോടതി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അദ്ദേഹം പോയി സെഷൻസ് കോടതിയിൽ പോയി ജാമ്യമെടുത്ത് മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുകയാണ്. എന്തൊരു തമാശയാണ് ഇവിടെ നടക്കുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തിയ 2-3 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ഒന്ന്, ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ ഒരു വനിതാ ജീവനക്കാരിക്ക് ഉമ്മ കൊടുക്കുകയോ കയ്യിൽ പിടിക്കുകയോ ബാഡ് ടച്ചോ ഗുഡ് ടച്ചോ, എന്തായാലും അവർക്കൊരു മാനസിക സമ്മർദ്ദം ഉണ്ടായെന്ന് വിചാരിക്കുക. അവരെ നോട്ടം കൊണ്ടെങ്കിലും ഒരാളിന് മാനസിക സമ്മർദ്ദം ഉണ്ടായാൽ ആരാണ് ആ സ്ഥാപനത്തിൽ മുന്നിൽ നിന്ന് സമരം ചെയ്യേണ്ടത്? വനിതകളല്ലേ. ഒന്നുകിൽ നിങ്ങൾ ഇതിന്റെ പ്രയോക്താക്കളാണെന്ന് പറയേണ്ടി വരും. ഞാൻ അങ്ങനെ പറയുന്നില്ല എൻ്റെ വീഡിയോയിലൂടെ, ഒരു വനിതയെ ഞാൻ അപമാനിക്കുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിന്റെ ഗുഡ് ബുക്കിൽ കയറാൻ വേണ്ടി നിൽക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തെ നിങ്ങൾക്ക് പേടിയാണ്. MDയെ ഒന്നുകിൽ നിങ്ങൾ പേടിക്കുന്നു വനിതകൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഗുഡ് ബുക്കിൽ കയറാൻ നിൽക്കുന്നു, നിരനിരയായി നിൽക്കുന്നു. എന്തായാലും നിങ്ങൾ ഈ വനിതയോടൊപ്പം ഉണ്ടോ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്, ഇത് വാർത്തയാക്കി, ഏഷ്യാനെറ്റിൽ വാർത്തയായി, റിപ്പോർട്ടറിൽ വാർത്തയായി, പലരും വാർത്തയായപ്പോൾ ഗവൺമെന്റ് ഒരു അഡീഷണൽ സെക്രട്ടറിയോ മറ്റോ, ഒരു ഗവൺമെന്റിൽ നിന്നൊരു അഡീഷണൽ സെക്രട്ടറിയോ മറ്റോ വെച്ചു, അജിത എന്ന് പറയുന്ന അവരെ വെച്ചു. അവർ ഇതിന്റെ റിപ്പോർട്ട് എടുത്തു. വൺ സൈഡ് മാത്രമേ റിപ്പോർട്ട് എടുത്തുള്ളൂ. ആ വനിതയുടെ റിപ്പോർട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ, ഹിയറിംഗ് എടുത്തിട്ടുള്ളൂ, മറ്റേ വശം എടുത്തിട്ടില്ല. വനിതാ കമ്മീഷനെ അവർ സമീപിച്ചു. വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ സതീദേവിയെ അവർ പോയി കണ്ടു. അപ്പോൾ സതീദേവി പറഞ്ഞു, നമുക്ക് സീരിയസ് ആയിട്ട് പരിഗണിക്കാം, പക്ഷേ കേസെടുത്തിട്ടില്ല, അല്ലെങ്കിൽ മുന്നോട്ട് പോയിട്ടില്ല. അപ്പൊ ഇനിയാണ് അടുത്ത രസം എന്ന് പറഞ്ഞാൽ, ഈ സ്ഥാപനത്തിൽ തന്നെ ഈ പറയുന്ന അതിജീവിത എന്ന് പറയുന്ന വനിതാ ജീവനക്കാരുടെ മുകളിലേക്ക് വരേണ്ട ഒരു പോസ്റ്റ്, ഒരു വളരെ പ്രധാനപ്പെട്ട HR വിഭാഗത്തിൽ ഒരു പോസ്റ്റ് ഉണ്ട്, HR മാനേജർ, ആ പോസ്റ്റ് ഒഴിച്ചിട്ടിരിക്കുന്നു. എന്നിട്ട് വേറെ ഒരു വനിത അതിനകത്ത് തൊട്ട് താഴെയുള്ള വനിതയ്ക്ക് പിന്നെ ഒരു വനിതയുണ്ട്. ആ വനിതയുടെ താഴെയാണ് നമ്മുടെ ഈ അതിജീവിത. അപ്പോൾ ഒരുപാട് വനിതകളോട് വർക്ക് ചെയ്യാണ്. ഈ വനിതകളാരും ഇതിനകത്ത് ബന്ധപ്പെട്ടില്ല. ഒന്നാമത്തെ കഥ. രണ്ടാമത്തെ കഥ, കഴിഞ്ഞ ദിവസം അവിടെ ഒരു സമരം നടക്കുന്ന കണ്ടു. ഇതിനിടയിൽ CITU, AITUC, STU, ഈ മുസ്ലിം ലീഗിന്റെ സംഘടന, ഇവരെല്ലാം സമരത്തിലാണ്. അവരെല്ലാം ലെറ്റർ ഹെഡിൽ തന്നെ ഗവൺമെന്റിലേക്ക് കത്തും കൊടുത്തിട്ടുണ്ട്, പരാതി കൊടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ നടക്കുകയാണ്, പരിശോധിക്കണം. അപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ ഫ്രണ്ടിൽ, ആ സ്ഥാപനം KSIയുടെ ഫ്രണ്ടിൽ ജീവനക്കാർ, അതായത് പുരുഷ ജീവനക്കാർ, സ്ത്രീകളില്ല, നിങ്ങളത് മനസ്സിലാക്കണം. നമ്മുടെ സ്ത്രീ സമൂഹം കേരളത്തിൽ എവിടെ പോയി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. അത് വലിയ ചോദ്യമാണ്. അത് ഇവിടുത്തെ സംഘടനകളാകട്ടെ, സ്പാക്ടോ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്, അതിന്റെ പ്രധാനപ്പെട്ട ചെയർമാൻ എന്ന് പറയുന്നത്, അതിന്റെ പ്രധാനപ്പെട്ട ആളൊരു വനിതയാണ്. അവർ വേറെ സ്ഥാപനത്തിന്റെ MDയോ മറ്റോ ആണ്, വനിതയാണ്. ഞാൻ പേര് പറയുന്നില്ല ആരുടെയും. സ്പാക്ടോയുടെ പ്രധാനപ്പെട്ട നേതാവ് വനിതയാണ്. അവർ മറ്റൊരു സ്ഥാപനത്തിന്റെ MD ആണ്, വേറെ കോർപ്പറേഷന്റെ. ഞാൻ പേര് പറയുന്നില്ല, എനിക്കത് ഇഷ്ടമല്ല. അപ്പൊ അവരിവിടെ ഉണ്ട്. ഒരുപാട് വനിതാ സംഘടനകളുണ്ട്, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഉണ്ട്. ഇവരൊരു ഇടതുപക്ഷക്കാരിയാണ്, ഇവർ CPM കാരിയാണ്. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. ഇവിടെ പോലീസുണ്ട്, പത്രമുണ്ട്, മാധ്യമങ്ങളുണ്ട്, എല്ലാം ഉണ്ടായിട്ടും ഈ വനിതയ്ക്ക് നീതി കിട്ടുന്നില്ല. അതിജീവിത ഈ പുരുഷന്മാരാണ് സമരം ചെയ്യുന്നത്. സ്ത്രീകളാരും പരാതി കൊടുക്കാനോ കൂടെ പോകാനോ കൂടെ നിൽക്കാനോ തയ്യാറല്ലാത്തത് സ്ത്രീവർഗത്തിന് അപമാനമാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരു കാര്യം ഇവിടെ പറഞ്ഞോട്ടെ. ഇന്നലെ കോഴിക്കോട് എന്തോ ഇവർക്കൊരു ശാഖ എന്തോ ഉണ്ട്, കോഴിക്കോടിലെ പലയിടത്തും ബ്രാഞ്ചുകളുണ്ടല്ലോ. അപ്പൊ ഇന്നലെ ഇയാളെ തടയാനായിട്ട്, MDയെ തടയാനായിട്ട് പുരുഷ ജീവനക്കാർ വെളിയിൽ നിന്നപ്പോൾ, ഇയാൾ മിടുക്കനല്ലേ, തിരുവനന്തപുരത്ത് ഉമ്മ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ കോഴിക്കോട്ട് കൊടുത്താൽ പോരെ, എവിടെയെങ്കിലും കൊടുത്താൽ പോരെ. അദ്ദേഹം കോഴിക്കോട്ട് ഉമ്മ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് വാർത്ത വന്നത്. അപ്പോൾ കോഴിക്കോട് അടുത്ത കേസ് വരും. എന്തായാലും നമ്മൾ ഒരുപാട് പെർഫോമൻസ് ചെയ്യുന്ന ജീവനക്കാരെ സഹായിക്കും, നമ്മൾ കേട്ടിട്ടുണ്ട്. ഉമ്മ കൊടുത്ത് സഹായിക്കുന്ന ഒരു MD, നല്ല MDയാണ്. അദ്ദേഹത്തിന് IMGയുടെ, അതുപോലെ തന്നെ SIRD, കില എന്നൊക്കെ പറഞ്ഞ കുറേ സ്ഥാപനങ്ങളുണ്ട്. അതിൻ്റെ ഡയറക്ടർ ജനറൽ ആക്കാൻ ഇപ്പോൾ ദേവസ്വം ബോർഡിലേക്ക് ജയകുമാർ സാർ ഒഴിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ സാറിന് തിരക്കുമാവും. അപ്പോൾ സാറിനെ അങ്ങ് ഒഴിവാക്കിയിട്ട് IMGയുടെ ഡയറക്ടറാക്കിയാൽ
ഉമ്മകൾ കൊണ്ട് എങ്ങനെയാണ് ഈ സർക്കാർ സർവീസിൽ സ്ത്രീകളെ കൂടുതൽ പ്രചോദിപ്പിക്കാം, മോട്ടിവേറ്റ് ചെയ്യാം എന്നുള്ള പുതിയ ഒരു രീതി വരും. അവസാനം ഞാൻ പറയുന്നു, ഉമ്മ കൊടുത്തിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്ക് അറിയില്ല. ഞാൻ സംഭവ സ്ഥലത്ത് സാക്ഷിയേ അല്ല. വനിത പറയുന്നതാണ് ശരിയെങ്കിൽ അവർക്ക് നീതി കിട്ടണം. അവരെ ബാഡ് ടച്ച് കൊണ്ടോ ബാഡ് നോട്ടം കൊണ്ടോ 60 സെക്കൻഡാന്ന് തോന്നുന്നു, 60 സെക്കൻഡിൽ കൂടുതൽ സ്ത്രീയെ മോശമായി നോക്കിയാൽ കേസാകുമെന്ന് പറഞ്ഞ് ഋഷിരാജ് സിംഗിന്റെ നാട്ടിലാണ് ഒരു സ്ത്രീ ഇങ്ങനെ ഗതികിട്ട പ്രേതം പോലെ കേസുകളും അല്ലെങ്കിൽ പരാതികളുമായി ഭരണാധികാരികളുടെയും വനിതാ സംഘടനകളുടെയും മുന്നിൽ മുട്ടിലിഴയുന്നത്.